തുടക്കം മുതൽ ആക്രമിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവിനെയും കൂട്ടരെ ആക്രമിച്ച് ഇന്ന് ഒരു മടിയില്ലാത്ത രീതിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് പ്രതിഷേധിക്കാതിരിക്കാൻ സാധിക്കുക? ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ ആക്രമിക്കാൻ ആളുകൾ വരികയാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അല്ല, ഇത് എൻ്റെ രാജ്യമല്ല, എൻ്റെ സംസ്ഥാനമല്ല, എൻ്റെ നാടല്ലേ, എനിക്കിരിക്കാൻ അവകാശമില്ല. അതൊരു പ്രതിഷേധത്തിന് കാരണമല്ല, അതിനാണ് നടപടി വേണ്ടേ, അതിനെതിരെ സീരിയസ് ആയിട്ട് അന്വേഷണം വേണ്ടേ? പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ആദ്യത്തെ ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കുന്നത്. എത്ര കൂടിയ ഷെല്ല, ആർക്ക് ശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. ഇതൊക്കെ സാഹചര്യമല്ലേ? ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നതിൻ്റെ പേരിൽ ആൾക്കാർ ആക്രമിക്കാൻ വരികയാണ്. ഞാൻ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ രാജ്യത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, പിന്നെ ആരിയിരിക്കും? ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതിൻ്റെ കൂടുതൽ വരുന്നുണ്ട്. അവരെന്നെ ആക്രമിക്കുവാണെങ്കിൽ ആക്രമിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാനത് ഏറ്റെടുക്കാൻ റെഡിയാണ്. എൻ്റെ സഹോദരന്മാരോടൊപ്പം ഞാനും ഇരിക്കുന്നു. അതല്ലേ നിങ്ങൾ കണ്ടേയല്ലേ, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആക്രമിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഞാനിരിക്കുന്ന എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഞാനിരിക്കുന്നതിന് ആർക്കാ പ്രശ്നമുള്ളവർ പറഞ്ഞോട്ടെ, അപ്പം ഞാനതിനെ ഫേസ് മാറ്റി രണ്ട് വിഷയം എടുത്തോട്ടെ. അധ്യക്ഷനടക്കം കണ്ണീർവാത പ്രയോഗത്തിൽ പരിശോധിച്ച സാഹചര്യം പ്രതിഷേധം തുടരുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഈ നവകേരള സദസ്സുമായിട്ടുള്ള സർക്കാരിൻ്റെ വാഹനവ്യൂഹം
എന്തായാലും അദ്ദേഹം ഇപ്പോൾ തന്നെ കടന്നു പോയിരിക്കുന്നത് അദ്ദേഹം തീരുമാനിക്കാമെന്ന് മാത്രമാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇവിടെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവസാനത്തെ വണ്ടിക്ക് കരിങ്കൊടി കാണിച്ചിട്ടേ അവർ മാറാറുള്ളൂ. അപ്പോഴാണ് ഇവർ വന്ന് ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പോലീസ് ഇങ്ങനെ ചുറ്റും കൂടി നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇരുന്നത് കണ്ടു കാണില്ല. ഞാൻ വ്യക്തമായി മുഖ്യമന്ത്രി കണ്ടു. പ്രതിഷേധം വിജയിച്ചു. കേരളത്തിൽ ആരെന്ത് ധരിക്കണമെന്ന്, ആരെവിടെ പോകണമെന്ന്, എന്ത് കഴിക്കണമെന്ന് മോറൽ പോലീസിംഗ് തുടങ്ങിയ ഈ ജനാധിപത്യം അല്ലാതെ മാറും. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു സഹപ്രവർത്തകർ ഉൾപ്പെടെ എന്ത് ധരിക്കണമെന്നാണ് പറയുന്നത്. ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണോ? അവസാനത്തെ വണ്ടി പോയി കഴിഞ്ഞാൽ അവസാനിപ്പിക്കും. എൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറെ ജയിലിലിട്ടു. തറപ്പിട്ടാൽ ജയിലിലാവണേ പിന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രം നേതാക്കന്മാർ മാത്രമാണ് ഇവിടെ ഈ പ്രതിഷേധം പ്രതിഷേധം വളരെ മാതൃകപരമായിരുന്നു. അത് വിജയം കണ്ടിട്ടെന്നാണ് വിചാരിക്കുന്നത്. കണ്ടുകൊണ്ടാണല്ലോ ഈ ബീഫേക്കായി മറ്റേ ഇവിടെ വന്നത്. അതായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചതാണ്. കറുപ്പിട്ട് തന്റെ സഹപ്രവർത്തനം മാറ്റി കറുപ്പിട്ട് പിടിച്ചിരിക്കുന്നത്. ഇവിടെ സഹപ്രവർത്തനം മാറ്റിയത് നാട് നീളെ ചെറുപ്പക്കാരെ ആക്രമിച്ച് അവരുടെ തലയടിച്ചു പൊട്ടിച്ച് അവരെ ആശുപത്രിയിലാക്കി. ഇന്നലെയും ഞങ്ങളുടെ കാട്ടാക്കടയും ഞങ്ങളുടെ സഹപ്രവർത്തകരെ മൊത്തം ആക്രമിച്ച് എല്ലാ വ്യക്തികളെയും ആക്രമിച്ച് കൊണ്ടുവരുമ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ നേതാക്കളായ ശ്രീ വി ഡി സതീശൻ, എൻ്റെ നേതാക്കളായ ശ്രീ MM ഹസൻ, എൻ്റെ നേതാക്കളായ ശ്രീ കെ സുധാകരനും വി ഡി സതീശനും ഇരിക്കുന്ന വേദിയിലേക്ക് ഷാഡോ ചീഫ് മിനിസ്റ്ററാണ് പ്രതിപക്ഷ നേതാവ്. ആ സ്ഥാനമുണ്ട്. അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്ന രീതിയിൽ ഇവിടെ ചെയ്യുമ്പോൾ ഇത്രയുമായിട്ടും ഞാൻ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ വീടിൻ്റെ മുന്നോട്ട് വരുമ്പോൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ്? മുഖ്യമന്ത്രി